എൻ്റെ പേര് മൻസൂർ. മുമ്പ് എൻ്റെ പേര് മനോജ് എന്നായിരുന്നു. ആ മനോജായ കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാമിനെയും പരിശുദ്ധ ഖുറാനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ഒരു മതമാണെന്നും പരിശുദ്ധ ഖുറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണെന്ന് ഒക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ധാരണ. യാദൃശികമായി ഒരിക്കൽ പരിശുദ്ധ ഖുറാനിൽ പറയുന്ന ശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം കേൾക്കാനിടയാവുകയും 1400 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം അതിൻ്റെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ ശാസ്ത്രം അതിൻ്റെ 0 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് ഖുറാനിൽ ഇത്തരം ശാസ്ത്ര കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ഭുതമായി തോന്നി. എങ്കിലതൊന്ന് വായിക്കണം, പഠിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഖുറാൻ പരിഭാഷ സംഘടിപ്പിക്കുകയും അത് വായിക്കുകയും ചെയ്തത്. അതിലൊരുപാട് ശാസ്ത്ര കാര്യങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ വിരൽത്തുമ്പുകളുടെ വ്യത്യസ്തതകളെക്കുറിച്ച്, അതുപോലെ തേനീച്ചകളിൽ പെൺതേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും, അതുപോലെ സൂര്യനെ വിളക്കായും ചന്ദ്രനെ ശോഭയായും, ആഴക്കടലിലെ ഇരുട്ടുകളെക്കുറിച്ചും, എന്നുവേണ്ട ആകാശങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, മലകളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴകളെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് ശാസ്ത്ര കാര്യങ്ങൾ അതിൽ പറയുന്നു. പക്ഷേ എനിക്ക് വളരെയധികം സ്വാധീനിച്ച കുറച്ച് ശാസ്ത്ര കാര്യങ്ങൾ, അതായത് ഇന്നും ഒരു മനുഷ്യന് ഊഹിക്കാൻ പോലും കഴിയാത്ത ചില ശാസ്ത്ര കാര്യങ്ങൾ പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതിലൊന്ന് അധ്യായം 23 മുഅ്മിനൂൻ ആയത്ത് 14. ഭ്രൂണത്തിന്റെ ഓരോ ഘട്ടത്തിലെ വളർച്ചകളെക്കുറിച്ചും ഖുറാൻ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇന്നും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന അത്തരം ഘട്ടങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു എൻ്റെ അത്ഭുതം. അതേപോലെ അധ്യായം 36 സൂറത്ത് യാസീനിൽ 40-ാമത്തെ വചനത്തിൽ ഗ്രഹങ്ങൾ, അതായത് സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ നീന്തി സഞ്ചരിക്കുകയാണെന്ന് പറയുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും ഭ്രമണപഥങ്ങൾ ഉണ്ട് എന്നും അവയുടെ സഞ്ചാരം നീന്തുന്ന, അതായത് സ്വിമ്മിംഗ് മോഷനിലാണെന്നും ശാസ്ത്രം ഇപ്പം അടുത്ത് കണ്ടുപിടിച്ച കാര്യമാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത് അധ്യായം 51 ദാരിയാത്തിൽ 47-ാമത്തെ വചനം, പ്രപഞ്ചം വികസിക്കുക. എഡ്വിൻ ഹബിൾ എന്ന ആള് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ശാസ്ത്രത്തിന് പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതും അത് പ്രഖ്യാപിച്ചതും. അത് ഏകദേശം 150-200 വർഷങ്ങൾക്കുള്ളിലാണ്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത്. ഇത്തരം ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. മാത്രമല്ല, ശാസ്ത്രീയമല്ലാത്ത ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് അധ്യായം 111 സൂറത്ത് മസദ, തബ്ബത് യദാ അബീ ലഹബിൻ വദബ്ബ് മാ അഗ്നാ അൻഹു, ആ തുടങ്ങുന്ന അധ്യായം കുറച്ച് കൊള്ളണം. സൂറത്ത് മസദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂലഹബ് ഇന്റെ ഇരുകരങ്ങൾ നശിച്ചിരിക്കുന്നു, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ അബൂലഹബിന്റെ 2 പുത്രന്മാർ കല്യാണം കഴിച്ചിരിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരെയാണ്. സാധാരണ ഞാൻ അന്നൊക്കെ ചിന്തിച്ചത് നമ്മളെ പെങ്ങന്മാരെ അല്ലെങ്കിൽ പുത്രിമാരുടെ ഭർത്താക്കന്മാരുമായി അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ വളരെ സംയമനം പാലിച്ച് അവരുമായി നല്ല നിലയിൽ പോകും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയുകയാണ്, തൻ്റെ പുത്രിമാരുടെ ഭർത്താക്കന്മാരുടെ പിതാവിനെക്കുറിച്ച്, മാതാവിനെക്കുറിച്ചും അവർ നരകത്തിലാണ്. വിഷയം അതല്ല. ഈ അധ്യായം ഇറങ്ങിയതിന് ശേഷവും അബൂലഹബ് വർഷങ്ങൾ ജീവിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും
ഇസ്ലാമിന്റെ ശത്രുവായ അബൂലഹബിന് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയെങ്കിലും ആ 2 വാചകങ്ങൾ ചൊല്ലാൻ കഴിയുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അബൂലഹബ് ചൊല്ലിയിരുന്നെങ്കിൽ പരിശുദ്ധ ഖുർആനില്ല, മുഹമ്മദ് സല്ലല്ലാഹുല്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല. വർഷങ്ങൾ ജീവിച്ചിട്ടും അബൂലഹബിന് അത് ചൊല്ലാൻ തോന്നിയില്ല എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. അപ്പോ പരിശുദ്ധ ഖുർആന്റെ ഇത്തരം അമാനുഷികതകൾ, അതേപോലെ മരണത്തിന് ശേഷം എന്ത് എന്ന എൻ്റെ ഒരുപാട് കാലത്തെ ചിന്തയും ചോദ്യത്തിനും ഉത്തരവും പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ പ്രധാനമായ 2 ഘടകങ്ങൾ. ഇപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ സ്വയം ദൈവികമെന്ന് അവകാശപ്പെടുന്ന, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, ഇത് ലോകാവസാനം വരെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറയുന്ന, ഇത് ദൈവത്തിന്റെ വചനങ്ങളല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ല എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം ഇന്ന് ലോകത്ത് നിലവിലുള്ളത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വായിക്കുന്നത്, വായിക്കേണ്ടത്, വായിക്കപ്പെടുന്നത്, വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ ഇഖ്റ എന്നുള്ളതാണ്, വായിക്കുക. എന്നാൽ മറ്റേതൊരു ഗ്രന്ഥങ്ങളെയും പോലെ വെറുതെ വായിച്ച് അല്ലെങ്കിൽ പഠിക്കേണ്ട ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഒഴിവാക്കേണ്ട ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്നാൽ അത് അള്ളാഹുവിന്റെ സംസാരമാണ്, മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ സംഭാഷണം. അത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ, കൽപ്പനകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതചര്യയാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. അത് വെറുതെ ഒരു വായിച്ചു പോകേണ്ട ഗ്രന്ഥമല്ല. അത് വായിച്ച് പഠിച്ച് അതിലെ നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ളതാണ്. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഓരോ മനുഷ്യനും ജീവിതത്തിൽ പകർത്തി ജീവിക്കേണ്ട നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെയാണ് ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. ആ പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീഫമാരാണ്, അതായത് പ്രതിനിധികളാണ്, അംബാസഡർമാരാണ്. അപ്പം പ്രവാചകന്മാരുടെ വരവ് നിലച്ചതോടുകൂടി ഇനി മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാരണം അവൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. ഒരാൾ നീ കാരണം മുസ്ലിം ആയാൽ ഭൂമിയും അതിലുള്ളത് മുഴുവനും നിനക്ക് കിട്ടുന്നത് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ നീ കാരണം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചാൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും നമുക്ക് കിട്ടില്ല. അപ്പം ഇസ്ലാമിൽ മുസ്ലിമായി ജനിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചിട്ടും അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ വലിയ ശിക്ഷ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഓരോ ആളും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്രയും നല്ലൊരു മതം, ഇത്രയും നല്ല മത അധ്യാപനങ്ങൾ ചെറുപ്പത്തിലേ കേട്ട് വളർന്ന് ജീവിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, അവർ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുന്നില്ല, അല്ലെങ്കിൽ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. തൻ്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു എന്നറിയുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും അത് ഏത് കൂരിരുട്ടിലായാലും അള്ളാഹു അറിയുന്നുണ്ടെന്നും അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അതിന് തനിക്ക് പ്രതിഫലമായ രക്ഷാശിക്ഷകൾ ഉണ്ട് എന്ന് ബോധ്യമുള്ള ഒരു ആൾക്ക് എങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാൻ തോന്നുക? തെറ്റുകൾ ചെയ്യുന്നത് പോട്ടെ, തെറ്റുകൾ ചെയ്യാൻ തോന്നുമോ? അപ്പൊ ആ മനസ്സിന്റെ മന്ത്രണങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു എന്ന ആ വിചാരമില്ലാത്തതാണ് സത്യത്തിൽ എത്ര വലിയ മതപണ്ഡിതനായാലും അയാൾ തെറ്റ് ചെയ്യും. അത് ശരിക്ക് ഈമാൻ എന്നൊരു സംഗതി, ഈമാൻ ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിന് പേടിയുണ്ടാകും. ഈമാൻ കിട്ടണമെങ്കിൽ തഖ്വ വേണം.
തഖ്വ വേണമെങ്കിൽ ഇഹ്സാൻ വേണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടിയുള്ള ജീവിതം. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, ഇടപെടലുകളിൽ, സംസാരങ്ങളിൽ ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, ഹറാമും ഹലാലും വേർതിരിച്ചുകൊണ്ട്, എൻ്റെ ഓരോ ചുവടുവെപ്പും ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് പെരുമാറി ജീവിക്കുന്നവൻ, അവനാണ് തഖ്വയുള്ളത്. തഖ്വയെ പറ്റി ഒരു പണ്ഡിതൻ പറഞ്ഞത്, കൂരാക്കുരുട്ടുള്ള രാത്രിയിൽ കല്ലും മുള്ളും കുപ്പിച്ചില്ലുകളും പാമ്പുകളും തേളുകളും നിറഞ്ഞ, മുൾപ്പടപ്പുകൾ നിറഞ്ഞ ഒരു ഇടവഴിയിലൂടെ ഒരാൾ എങ്ങനെ വെളിച്ചമില്ലാതെ സഞ്ചരിക്കുമോ അതുപോലെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് തഖ്വയുള്ളവൻ, അവനാണ് മുത്തഖി. അങ്ങനെ തഖ്വയുടെ ആത്മാർത്ഥതക്കനുസരിച്ച്, ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഈമാൻ എന്നത്. ആ ഈമാൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് നല്ലവനായി ജീവിക്കാൻ കഴിയൂ. അപ്പോൾ ഈമാൻ കിട്ടി മരിക്കുക എന്ന് പറയുന്നത്, ഈമാൻ കിട്ടി മരിക്കുക. ഈമാൻ എപ്പോഴാണ് കിട്ടുക? ഒരാളുടെ ജീവിതത്തിൽ മരണം എപ്പോഴാണ്? എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരേ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നത്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാം, എൻ്റെ കാര്യത്തിൽ എനിക്കും പറയാം, ഞാൻ മരിക്കും. നിങ്ങൾക്ക് പറയാം നീ മരിക്കും. അതെ, എന്ന്, ഇന്ന് അല്ലെ നാളെ, എന്ന് അറിയില്ല. അപ്പോൾ ഓരോ ദിവസവും ഇന്നാണ് നമ്മളുടെ അവസാന ദിവസം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച്, അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് എൻ്റെ അവസാനത്തെ ദിവസമാണ് എന്ന ബോധത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ആരാധനകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥതയുണ്ടാകും. മരണത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ആ ജീവിതത്തിനാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ മനസ്സമാധാനം നമുക്ക് കിട്ടുക. അപ്പോൾ മരണം ഏതു നിമിഷവും ഉണ്ടാകും എന്ന ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യുക എന്നുള്ളതാണ് ഈമാൻ കിട്ടാനുള്ള വഴി. അതേപോലെയാണ് പ്രബോധനം. ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഇസ്ലാം പ്രബോധനം എന്നുള്ളത്. അള്ളാഹു അധ്യായം 41-33 വചനത്തിലായി പറയുന്നുണ്ട്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു. അപ്പം ഒരു നല്ലവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്ന അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ അടയാളങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതായത് ഇസ്ലാമിക പ്രബോധനം. സ്വയം ജീവിതം കാണിച്ചുകൊണ്ടും മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടും, ഒപ്പം സൽക്കർമ്മം ചെയ്യുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ മാത്രം ചെയ്യുക. അതേപോലെ ഞാൻ മുസ്ലിമാണെന്ന് പറയുക, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെയുള്ള ഒരാൾ, അവനാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിം. ഇപ്പോൾ ആയിഷ ബീബി ചോദിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്. ആയിഷ ബീബി പറഞ്ഞു, ജീവിക്കുന്ന ഖുർആനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്കും ഇൻഷാ അല്ലാഹ് ജീവിക്കുന്ന ഖുർആനായി മാറാം. അതിന് നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം അള്ളാഹു പറഞ്ഞു, ഏതൊരു ജനം തൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തുന്നില്ലയോ അതുവരെ അള്ളാഹുവും അവൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തുന്നതല്ല. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വയം മാറാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. അള്ളാഹു വഴി എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇതൊരു ഉപദേശമായിട്ടൊന്നും ആരും കരുതരുത്, എൻ്റെ വിഷയം തന്നെ ഖുർആൻ നിത്യജീവിതത്തിൽ എന്നുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാബാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.